പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയ ഒരു പാഠത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ കാലത്ത് നടന്ന കാര്യങ്ങൾ നമുക്ക് പല രീതിയിൽ പറയാം. പോവുകയായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു, പോകാൻ കഴിഞ്ഞു, ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്കത് പറയാം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു നടക്കുകയായിരുന്നു, പഠിക്കുകയായിരുന്നു എന്ന് പറയാൻ വാസ് ഗോയിങ്ങോ വേർ ഗോയിങ്ങോ ആണ് പറയുക. നമ്മുടെ ക്ലാസ് 5 അത് വിശദീകരിച്ചിട്ടുണ്ട്. വെൻ ഐ റീച്ച്ഡ് ദർ ദേ വേർ വർക്കിംഗ്. ഞാൻ അവിടെ എത്തിയപ്പോൾ അവർ ജോലി ചെയ്യുകയായിരുന്നു. വെൻ ഐ റീച്ച്ഡ് ദർ ദേ വേർ സിറ്റിംഗ്. ഞാൻ അവിടെ എത്തുമ്പോൾ അവരിയ്ക്കുകയായിരുന്നു. ദേ വേർ ടയേർഡ്. അവർ ക്ഷീണിതരായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഐ ആസ്ക്ഡ് ദം വൈ ആർ യു സോ ടയേർഡ്? ദേ സെഡ് വി ഹാഡ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ മുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓർമ്മിക്കുക, ഞാൻ അവരെ കാണുമ്പോൾ അവർ ജോലി ചെയ്യുകയായിരുന്നില്ല, അവരിയ്ക്കുകയായിരുന്നു. പക്ഷെ അവർ രാവിലെ മുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കഴിഞ്ഞ കാലത്ത് തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണ്. സാധാരണ പോവുകയായിരുന്നു എന്നതിനേക്കാൾ ദൈർഘ്യമുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഹാഡ് ബീൻ ഗോയിങ് എന്ന രീതിയിൽ പ്രയോഗിക്കുന്നത്. ഹി ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇൻ 10th സ്റ്റാൻഡേർഡ് വെൻ ഹിസ് ഫാദർ ഡൈഡ്. അവൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അവൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കാലം അവൻ പഠിച്ചിട്ടുണ്ട്. ആ സമയത്തും അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് സ്റ്റഡിയിങ് ഇൻ 10th സ്റ്റാൻഡേർഡ് വെൻ ഹിസ് ഫാദർ വാസ് ഡൈയിങ്. അങ്ങനെയും പറയാം. അച്ഛൻ മരിക്കുമ്പോൾ അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഐ ഗോട്ട് അപ്പ് അറ്റ് 5 this morning. There was a power failure. I called KSEB. They said it had been raining last night for hours. കഴിഞ്ഞ രാത്രി തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, മണിക്കൂറുകളോളം മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രയോഗം നമ്മൾ വായനയിൽ കണ്ടേക്കാം. ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്, ബീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഡിന് ശേഷം എപ്പോഴൊക്കെയാണ് ബീന് വരിക? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ നമ്മൾ ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ എക്സ്പ്രഷനായിട്ട് എടുക്കുക. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ അർത്ഥം പറഞ്ഞു. അതിൽ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത്, കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത്, നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നില്ല. ഇതിന് നെഗറ്റീവ് ഷീ ഹാഡൻറ്റ് ബീൻ ഗോയിങ് എന്നാണ്. പോയിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല. ദേ ഹാഡൻറ്റ് ബീൻ സ്റ്റഡിയിങ് ഓൺ വെക്കേഷൻ ടൈം, സോ ദേ ഹാവ് ഫോർഗോട്ടൺ എവറിഥിങ്. വെക്കേഷൻ സമയത്ത് അവർ ഒന്നും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല, അതുകൊണ്ട് അവരെല്ലാം മറന്നിട്ടുണ്ട്. അതിൻ്റെ ചോദ്യം ഹാഡ് ഷീ ബീൻ ഗോയിങ് ആണ്. നെഗറ്റീവ് ചോദ്യം ഹാഡൻറ്റ് ഷീ ബീൻ ഗോയിങ് ആണ്. ഇപ്പോൾ ചിലരെങ്കിലും സംശയങ്ങൾ ചോദിക്കാറുണ്ട്, പാഠങ്ങൾ കുറച്ച് മുന്നോട്ടെത്തുമ്പോൾ വളരെ വേഗതയിലാണ് കാര്യങ്ങൾ പറയുന്നതെന്ന്. അപ്പോൾ ആർക്കെങ്കിലും ഈ വേഗതയെക്കുറിച്ച് പരിഭവമുണ്ടെങ്കിൽ അവർ ആദ്യത്തെ ക്ലാസ്സുകൾ തന്നെയാണ് കാണേണ്ടത്. കാരണം ഒരു ആശയം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഒരാശയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 4 രൂപങ്ങളിലേക്ക് മാറ്റാൻ പറ്റും. 2 ഉത്തരങ്ങളുണ്ടാവും, 2 ചോദ്യങ്ങളുണ്ടാവും. ഇതൊക്കെ നമ്മൾ ബേസിക് ലെവലിൽ പറഞ്ഞതുകൊണ്ടാണ് വേഗത കൂടുന്നത്. രാവിലെ എഴുന്നേറ്റപ്പം മുറ്റത്തും തൊടിയിലൊക്കെ വെള്ളമാണ്, നിറയെ വെള്ളം. അപ്പം മഴയൊന്നും പെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി മുഴുവൻ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 രീതിയിൽ നമുക്കറിയാം. ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ രാത്രി മുഴുവൻ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മഴ തോർന്നിട്ടുണ്ട്, പക്ഷേ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത്, തൊട്ട് മുമ്പ് നിലച്ചൊരു പ്രവൃത്തിയാണ്. ഇവിടെ ഹാവ് ബീൻ ഗോയിങ് എന്ന ശൈലിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഹാസ് ബീൻ റെയിനിങ് ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ രാത്രി മുഴുവൻ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ട്രെയിനർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സിൻസ് 2000. 2000 മുതൽ ഞാൻ ഇംഗ്ലീഷ് ട്രെയിനറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് പറയാം, തൊട്ട് മുമ്പ് കഴിഞ്ഞ കാര്യവും നമുക്ക് പറയാം. അപ്പം സിൻസ് എന്ന വാക്ക്, ഫോർ എന്ന വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ പൊതുവെ നമ്മൾ ഈ ഒരു രീതിയിലാണ് പറയുക. പക്ഷേ ഇത് നിങ്ങൾ അതേപോലെ കാണാതെ പഠിക്കേണ്ടതൊന്നല്ല. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും, സംശയം ഉണ്ടാവും. മൈ ഫാദർ ഹാസ് ബീൻ റണ്ണിങ് എ ഷോപ്പ് ഇൻ കൊച്ചിൻ. എൻ്റെ അച്ഛന് കൊച്ചിയിൽ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങളായി ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് ദിസ് മോർണിംഗ്. ഷീ ഹാസ് ബീൻ കോപ്പറേറ്റിംഗ് വിത്ത് അസ് ഫോർ 3 months. 3 മാസത്തോളമായി അവൾ ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നെഗറ്റീവ് ദേ ഹാവൻറ്റ് ബീൻ ഗോയിങ് ആണ്, അല്ലെങ്കിൽ ഷീ ഹാസൻറ്റ് ബീൻ ഗോയിങ്. ഇപ്പോൾ ഹാവും ഹാസും തമ്മിൽ വരുന്ന വാക്കുകളുടെ വ്യത്യാസം നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞതാണ്. ചോദ്യം ഹാവ് ദേ ബീൻ ഗോയിങ്, ഹാസ് ഷീ ബീൻ ഗോയിങ്. നെഗറ്റീവ് ചോദ്യം ഹാവൻറ്റ് ദേ ബീൻ ഗോയിങ്, ഹാസൻറ്റ് ഷീ ബീൻ ഗോയിങ്. നമ്മുടെ എക്സ്പ്രഷൻസ് മനസ്സിലേക്ക് പതിപ്പിച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ആശയം കിട്ടുമ്പോഴേക്ക് അതിൻ്റെ 4 രൂപങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയിലെത്തും. വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എക്സ്പ്രഷനാണ് ഇതിൻ്റെ ഫ്യൂച്ചർ രൂപങ്ങൾ, ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന രൂപങ്ങൾ. ദേ വിൽ ഹാവ് ബീൻ ഗോയിങ്, ദേ വുഡ് ഹാവ് ബീൻ ഗോയിങ്, പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്,
ഈ മാസത്തിൻ്റെ അവസാനത്തോടെ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ എ ഡെക്കേഡ്. ഏതാണ്ട് പതിറ്റാണ്ടായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യായിരിക്കും. അടുത്ത മാസം ആകുമ്പോഴേക്ക് ഒരു 10 വർഷം ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടുണ്ടാകും. വി വിൽ ഹാവ് ബീൻ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഇൻവേഡേഴ്സ് ടിൽ അവർ ഡെത്ത്. മരണം വരെ ഞങ്ങൾ അധിനിവേശ ശക്തികൾക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതേപോലെ ഇതിൻ്റെ ഉറപ്പ് കുറയുമ്പോൾ നമുക്ക് ഷീ മേ ഹാവ് ബീൻ ഗോയിങ്, ഷീ മൈറ്റ് ഹാവ് ബീൻ ഗോയിങ്ങും, ഉറപ്പ് കുറച്ചുകൂടി കൂടുമ്പോൾ ഷീ മസ്റ്റ് ഹാവ് ബീൻ ഗോയിങ്, ഷീ ഷുഡ് ഹാവ് ബീൻ ഗോയിങ് നമുക്ക് ഉപയോഗിക്കാം. ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ 10ാമത്തെയും 11ാമത്തെയും ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ മറ്റൊരു പ്രയോഗമാണ് ഷീ ഓട്ട് ടു ഹാവ് ബീൻ ഗോയിങ്, പോയിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. യു ഓട്ട് ടു ഹാവ് ബീൻ വർക്കിംഗ്, നീ ജോലി ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. യു ഓട്ട് ടു ഹാവ് ബീൻ അനലൈസിങ്, നീ വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് നമുക്ക് she won't have been going, she wouldn't have been going, she may not have been going, she mightn't have been going, she shouldn't have been going, she can't have been going. അമേരിക്കൻ ഇംഗ്ലീഷിൽ നമുക്ക് ഷീ മസ്റ്റൻ്റ് ഹാവ് ബീൻ ഗോയിങ് എന്ന് തന്നെ പറയാം. ആ വ്യത്യാസം നമ്മൾ ക്ലാസ് 11ലും 10ലും പറഞ്ഞിട്ടുണ്ട്. ഷീ ഓട്ടൻറ്റ് ടു ഹാവ് ബീൻ ഗോയിങ്. അപ്പോൾ നമ്മൾ ഹാഡ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഹാവ് ബീൻ ഗോയിങ്, ഹാസ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്, വിൽ ഹാവ് ബീൻ ഗോയിങ്, വുഡ് ഹാവ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, മേ ഹാവ് ബീൻ ഗോയിങ്, മൈറ്റ് ഹാവ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം, ഷുഡ് ഹാവ് ബീൻ ഗോയിങ്, മസ്റ്റ് ഹാവ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കണം. ഓട്ട് ടു ഹാവ് ബീൻ ഗോയിങ് അടക്കം 36ഓളം എക്സ്പ്രഷൻസ് പറഞ്ഞു കഴിഞ്ഞു. ക്ലാസ്സുകളിൽ ഞാൻ പറയാതെ പോയൊരു എക്സ്പ്രഷനാണ് ലെറ്റസ് ഗോ എന്നത്. നമുക്ക് പോകാം, ലെറ്റസ് കം നമുക്ക് വരാം, ലെറ്റസ് തിങ്ക് നമുക്ക് ചിന്തിക്കാം, ലെറ്റസ് കോൾ നമുക്ക് വിളിക്കാം. അത് ലെറ്റ് മീ കോൾ എന്നാകുമ്പോൾ ഞാൻ വിളിച്ചോട്ടെ, അല്ലെ എന്നെ വിളിക്കാൻ അനുവദിക്കും, ഞാനൊന്ന് പറയട്ടെ, ലെറ്റ് മീ ടെൽ, ലെറ്റ് മീ സ്പീക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, ലെറ്റ് ഹെർ കം അവൾ വരട്ടെ, ലെറ്റ് ദം ഡാൻസ് അവർ ഡാൻസ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഇത് വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ലെറ്റ് അസ് ഗോ, ലെറ്റ് ഹിം കം എന്നീ എക്സ്പ്രഷൻസ് അടക്കം നമുക്ക് 36ഓളം ആശയങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഈ 36 ആശയങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് മറ്റ് ആശയങ്ങളിലേക്ക് നമ്മൾ വികസിക്കുക അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുണ്ട്. അപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ ആശയങ്ങൾ പലരും ചോദിക്കാറുണ്ട്, ഈ എക്സ്പ്രഷൻസ് പഠിച്ചത് കൊണ്ട് എന്താണ് കാര്യമെന്ന്. പക്ഷെ പഠിച്ച ആളുകൾ പലപ്പോഴും നമുക്ക് റിപ്പോർട്ട് അയക്കാറുണ്ട്, നമ്മളോട് വിളിച്ച് പറയാറുണ്ട്, അപ്പോൾ എനിക്ക് എന്തും പറയാൻ കഴിയുന്നുണ്ട്. ഞാൻ പൊതുവെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആമി സാറ് കൊണ്ടും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വെൻറ്റ്, കോൾഡ്, ആസ്ക്ഡ്, വോസ്, വേറ്, ഹാഡ് കൊണ്ടും നടക്കാൻ പോകുന്നൊക്കെ വില്ലു കൊണ്ടായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അതൊന്നുമല്ല, അതിനപ്പുറത്ത് ഭാഷയുടെ ഏതാശയവും പറയാൻ നമുക്കിപ്പം കഴിയും, എനിക്കിപ്പോൾ കഴിയുന്നുണ്ട് എന്ന് പലരും അറിയിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. ഓരോ ആശയങ്ങളും നിങ്ങൾ നാവിലേക്ക് ഏറ്റെടുക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഉറപ്പിച്ച് വെക്കുക, ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. എക്സ്പ്രഷൻസ് സെറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. ഞാൻ ഇതുവരെ എടുത്ത് പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻസ് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. വെൻറ്റ് പോയി, നമ്മൾ ഉപയോഗിക്കുന്നത് ഗോ എന്ന വാക്കാണ്. ആ വാക്ക് വെച്ചാണ് നമ്മൾ പറയുന്നത്. വെൻറ്റ് പോയി, വാസ് ഗോയിങ്, വർ ഗോയിങ് പോവുകയായിരുന്നു, ഹാഡ് ഗോൺ പോയിട്ടുണ്ടായിരുന്നു, കുഡ് ഗോ പോകാൻ കഴിഞ്ഞു, ആം ഗോയിങ്, ഈസ് ഗോയിങ്, ആർ ഗോയിങ് പോവുകയാണ്, ഗോ ഗോസ് പോകുന്നു പോകാറുണ്ട്, ഹാവ് ഗോൺ, ഹാസ് ഗോൺ പോയിട്ടുണ്ട്, ക്യാൻ ഗോ പോകാൻ കഴിയും, ഷുഡ് ഗോ മസ്റ്റ് ഗോ പോകണം, വിൽ ഗോ വുഡ് ഗോ പോകും, ഗോ ദർ അവിടെ പോകും, വിൽ ബി ഗോയിങ് വുഡ് ബി ഗോയിങ് പോവുകയായിരിക്കും, മേ ബി ഗോയിങ് മൈറ്റ് ബി ഗോയിങ് പോവുകയായിരിക്കാം, ഷുഡ് ബി ഗോയിങ് മസ്റ്റ് ബി ഗോയിങ് പോവുകയായിരിക്കണം, വിൽ ഹാവ് ഗോൺ വുഡ് ഹാവ് ഗോൺ പോയിട്ടുണ്ടാവും, മേ ഹാവ് ഗോൺ മൈറ്റ് ഹാവ് ഗോൺ പോയിട്ടുണ്ടാവാം, ഷുഡ് ഹാവ് ഗോൺ മസ്റ്റ് ഹാവ് ഗോൺ പോയിട്ടുണ്ടാവണം, ഹാഡ് ബെറ്റർ ഗോ പോകുന്നതാണ് നല്ലത്, കാണ്ട് ഹെൽപ്പ് ഗോയിങ് പോകാതിരിക്കാൻ കഴിയില്ല, കുഡൻറ്റ് ഹെൽപ്പ് ഗോയിങ് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല, ലെറ്റസ് ഗോ നമുക്ക് പോകാൻ, ലെറ്റ് ഹിം ഗോ അവൻ പോയിക്കോട്ടെ, ഷുഡ് ഹാവ് ഗോൺ, ഓട്ട് ടു ഹാവ് ഗോൺ പോകണമായിരുന്നു, കുഡ് ഹാവ് ഗോൺ പോകാൻ കഴിയുമായിരുന്നു, യൂസ്ഡ് ടു ഗോ പോകാറുണ്ടായിരുന്നു, ഹാഡ് ടു ഗോ, വോസ് ടു ഗോ, വേർ ടു ഗോ പോകേണ്ടി വന്നു, ഹാവ് ടു ഗോ, ഹാസ് ടു ഗോ, ആം ടു ഗോ, ഈസ് ടു ഗോ, ആർ ടു ഗോ, ഓട്ട് ടു ഗോ പോകേണ്ടതുണ്ട്, വിൽ ഹാവ് ടു ഗോ, വുഡ് ഹാവ് ടു ഗോ, വിൽ ബി ടു ഗോ, വുഡ് ബി ടു ഗോ പോകേണ്ടതുണ്ടാകും, പോകേണ്ടി വരും, പോകേണ്ടി വന്നേക്കും, മേ ഹാവ് ടു ഗോ, മൈറ്റ് ഹാവ് ടു ഗോ, മേ ബി ടു ഗോ, മൈറ്റ് ബി ടു ഗോ പോകേണ്ടതുണ്ടാകാം, മസ്റ്റ് ഹാവ് ടു ഗോ, ഷുഡ് ഹാവ് ടു ഗോ, മസ്റ്റ് ബി ടു ഗോ, ഷുഡ് ബി ടു ഗോ പോകേണ്ടതുണ്ടാകണം, ഹാഡ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഹാവ് ബീൻ ഗോയിങ്, ഹാസ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്, വിൽ ഹാവ് ബീൻ ഗോയിങ്, വുഡ് ഹാവ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, മേ ഹാവ് ബീൻ ഗോയിങ്, മൈറ്റ് ഹാവ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം, ഷുഡ് ഹാവ് ബീൻ ഗോയിങ്, മസ്റ്റ് ഹാവ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കണം, ഓട്ട് ടു ഹാവ് ബീൻ പോയിക്കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. ഇത്രയും എക്സ്പ്രഷൻസ് നാവിലേക്ക് വരാം. അപ്പം ഇത് പഠിച്ച ചില ആളുകൾ പറയും, ഞാനിതായത് ബൈഹാർട്ടാക്കിയിരിക്കുന്നു, ഇതെൻ്റെ നാവിലുണ്ട്. പക്ഷേ ഇത് പഠിക്കുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് വാക്ക് കിട്ടിയാലും ഇതിൽ ഏത് രൂപത്തിലേക്കും മാറ്റാൻ, ഏത് രൂപത്തിലാണോ ആ വാക്കിന് ഉപയോഗിക്കേണ്ടത് അതിലേക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്ന്. ഉദാഹരണത്തിന് ടേക്ക് എന്ന വാക്ക്, ടുക്ക് എടുത്തു, വോസ് ടേക്കിംഗ്, വേർ ടേക്കിംഗ് എടുക്കുകയായിരുന്നു, ഹാഡ് ടേക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു, കുഡ് ടേക്ക് എടുക്കാൻ കഴിഞ്ഞു, ആം ടേക്കിംഗ്, ഈസ് ടേക്കിംഗ്, ആർ ടേക്കിംഗ് എടുക്കുകയാണ്, ടേക്ക്, ടേക്സ് എടുക്കുന്നു, എടുക്കാറുണ്ട്. ഇങ്ങനെ ഏത് വാക്ക് കിട്ടിയാലും ആ വാക്ക് വെച്ചുകൊണ്ട് ഇതേപോലെ എക്സ്പ്രഷൻസ് ചെല്ലാൻ പറ്റണം. അവൾ കൊണ്ടുവരികയായിരുന്നു, ഷീ വാസ് ബ്രിങ്ങിങ്. അവന് കാണേണ്ടി വന്നു, ഹി ഹാഡ് ടു സീ. അവർ കളിച്ചിട്ടുണ്ടാവും, ദേ വുഡ് ഹാവ് പ്ലേഡ്.
അവൾ കുളിക്കണമായിരുന്നു. ഷീ ഷുഡ് ഹാവ് ടേക്കൺ എ ബാത്ത്. ഇതിന് അറിയിക്കാൻ കഴിയുമായിരുന്നു. ഹി കുഡ് ഹാവ് ഇൻഫോംഡ്. നമുക്ക് അന്വേഷിക്കുന്നതാണ് നല്ലത്. വി ഹാഡ് ബെറ്റർ ഇൻഫോം. അവൾക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഷീ കാണ്ട് ഹെൽപ്പ് സീങ്. ഇങ്ങനെ ഏത് വാക്ക് കിട്ടിയാലും ഏത് രൂപത്തിലാക്കാനും നമുക്ക് പറ്റണം. ആ രീതിയിൽ എക്സ്പ്രഷൻസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഈ എക്സ്പ്രഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏത് ആശയത്തെയും നമുക്ക് പരിഭാഷപ്പെടുത്താനാണ്. ഇതേപോലെ ഇതിനെ മലയാളം ടു ഇംഗ്ലീഷിലേക്ക് നമുക്ക് പറയാൻ കഴിയണം. പോയി വെന്റ് പോവുകയായിരുന്നു, വാസ് ഗോയിങ് വർ ഗോയിങ്, പോയിട്ടുണ്ടായിരുന്നു, ഹാഡ് ഗോൺ പോകാൻ കഴിഞ്ഞു, കുഡ് ഗോ പോവുകയാണ്, ആം ഗോയിങ്, ഈസ് ഗോയിങ്, ആർ ഗോയിങ് പോകുന്നു പോകാറുണ്ട്, ഗോ ഗോസ് പോയിട്ടുണ്ട്, ഹാവ് ഗോൺ ആസ് ഗോൺ പോകാൻ കഴിയും, ക്യാൻ ഗോ പോകണം, ഷുഡ് ഗോ മസ്റ്റ് ഗോ പോകും, വിൽ ഗോ വുഡ് ഗോ ഗോദർ പോവുകയായിരിക്കും, വിൽ ബി ഗോയിങ് വുഡ് ബി ഗോയിങ് പോവുകയായിരിക്കും, മേ ബി ഗോയിങ് മൈറ്റ് ബി ഗോയിങ് പോവുകയായിരിക്കണം, ഷുഡ് ബി ഗോയിങ് മസ്റ്റ് ബി ഗോയിങ് പോയിട്ടുണ്ടാവും, വിൽ ഹാവ് ഗോൺ വുഡ് ഹാവ് ഗോൺ പോയിട്ടുണ്ടാവും, മേ ഹാവ് ഗോൺ മൈറ്റ് ഹാവ് ഗോൺ പോയിട്ടുണ്ടാവണം, ഷുഡ് ഹാവ് ഗോൺ മസ്റ്റ് ഹാവ് ഗോൺ പോകുന്നതാണ് നല്ലത്. ഹാഡ് ബെറ്റർ ഗോ പോകാതിരിക്കാൻ കഴിയില്ല, കാണ്ട് ഹെൽപ്പ് ഗോയിങ് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല, കുഡിന്റ് ഹെൽപ്പ് ഗോയിങ് പോകണമായിരുന്നു, ഷുഡ് ഹാവ് ഗോൺ ഓട്ട് ഹാവ് ഗോൺ പോകാൻ കഴിയുമായിരുന്നു, കുഡ് ഹാവ് ഗോൺ പോകാറുണ്ടായിരുന്നു, യൂസ് ടു ഗോ പോകേണ്ടി വന്നു, ഹാഡ് ടു ഗോ വോസ് ടു ഗോ വേർ ടു ഗോ പോകേണ്ടതുണ്ട്, ഹാവ് ടു ഗോ ഹാസ് ടു ഗോ ആം ടു ഗോ ഈസ് ടു ആർ ടു ഗോ പോകേണ്ടതുണ്ടാവും, വിൽ ഹാവ് ടു ഗോ വുഡ് ഹാവ് ടു വിൽ ബി ടു ഔട്ട് ബി ടു പോകേണ്ടതുണ്ടാകാം, മേ ഹാവ് ടു ഗോ മൈറ്റ് ഹാവ് ടു ഗോ മേ ബി ടു ഗോ മൈറ്റ് ബി ടു ഗോ പോകേണ്ടതുണ്ടാകണം, ഷുഡ് ഹാവ് ടു ഗോ മസ്റ്റ് ഹാവ് ടു ഷുഡ് ബി ടു ഗോ മസ്റ്റ് ബി ടു ഗോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഹാഡ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ ബീൻ ഗോയിങ് ആസ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, വിൽ ഹാവ് ബീൻ ഗോയിങ് വുഡ് ഹാവ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം, മേ ഹാവ് ബീൻ ഗോയിങ് മൈറ്റ് ഹാവ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കണം, ഷുഡ് ഹാവ് ബീൻ ഗോയിങ് മസ്റ്റ് ഹാവ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്, ഓട്ട് ഹാവ് ബീൻ ഗോയിങ്. ഇങ്ങനെ മലയാളം ടു ഇംഗ്ലീഷും ഇംഗ്ലീഷ് ടു മലയാളം പറയാൻ കഴിയും. ഇനി ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിന് 4 രൂപങ്ങളുണ്ട്. വെന്റ് പോയി എന്നാണ്. അത് നമ്മൾ പോയില്ല, പോയോ, പോയില്ലേ, പോയി എന്നതിൻ്റെ ചുരുക്കിയ രൂപമാണ്. അപ്പോൾ ഷീ വെന്റ് അവൾ പോയി, ഷീ ഡിഡ്ന്റ് ഗോ അവൾ പോയില്ല, ഡിഡ് ഷീ ഗോ അവൾ പോയി, ഡിഡ് ഷീ ഗോ അവൾ പോയില്ല. നമുക്ക് പെട്ടെന്ന് 4 രൂപങ്ങൾ കിട്ടാം. ഉറങ്ങുകയായിരുന്നു, ഹി വാസ് സ്ലീപ്പിംഗ്, ഉറങ്ങുകയായിരുന്നില്ല, ഹി വാസിന്റ് സ്ലീപ്പിംഗ്, ഉറങ്ങുകയായിരുന്നു, വാസ് ഹി സ്ലീപ്പിംഗ്, ഉറങ്ങുകയായിരുന്നില്ല, വാസിന്റ് ഹി സ്ലീപ്പിംഗ്. കണ്ടിട്ടുണ്ടായിരുന്നു, ഹി ഹാഡ് സീൻ, കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഹി ഹാഡന്റ് സീൻ, കണ്ടിട്ടുണ്ടായിരുന്നു, ഹാഡ് ഹി സീൻ, കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഹാഡന്റ് ഹി സീൻ. ദേ കുഡ് അണ്ടർസ്റ്റാൻഡ്, അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, കുഡ് ദേ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ കഴിഞ്ഞു, കുഡ് ദേ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഏത് എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് അതിൻ്റെ 4 രൂപം പറയാൻ പറ്റണം. ഇങ്ങനെ ആശയങ്ങൾ നിങ്ങളുടെ നാവിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഏത് മലയാള വാചകത്തെയും ഇംഗ്ലീഷിലേക്ക് മാറ്റാനും ഏത് ഇംഗ്ലീഷ് വാചകത്തെയും മലയാളത്തിൽ മാറ്റാനും കഴിയും. അപ്പം നമ്മുടെ ഏറ്റവും ബേസിക് ലെവലിലുള്ള ക്ലാസ്സുകളിലെ 18ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇത്രയും ക്ലാസ്സുകളിൽ കിട്ടിയ എല്ലാ ആശയങ്ങളും നിങ്ങൾ നാവിലേക്ക് കൊണ്ടുവരിക എങ്കിൽ ഇനിയുള്ള ക്ലാസ്സുകൾ എളുപ്പമാകും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്ന ഉറച്ച ബോധ്യത്തോടെ ഓരോ ആശയം ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ പറയുന്നതൊക്കെയും ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ അവർ ഡെയിലി ലൈഫ്. വി ക്യാൻ യൂസ് ഇറ്റ് അറ്റ് ഹോം. You can talk with your father, you can talk with your mother, you can talk with your brother, you can talk with your sister, you can talk with your children. It's very simple, Actually, we can speak language, we can speak any language, and we must speak English at home. We must start such a habit of speaking English at home. Then we will get result, we will be fluent in English, we will be happy. വളരെ സിമ്പിളാണ്. ദാറ്റ് ഈസ് അപ് ടു യു. നിങ്ങളിലാണ് കിടക്കുന്നത്. ആരാണോ സംസാരിക്കാൻ തയ്യാറാകുന്നത്, ആരാണോ മുന്നോട്ട് വരുന്നത്, ആരാണോ സമർപ്പണ ബുദ്ധിയോടുകൂടി, പാഷനോടുകൂടി, അടങ്ങാത്ത അഭിവാഞ്ചയോടുകൂടിയിട്ട് മുന്നോട്ട് വരുന്നത്, അയാൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞിരിക്കും. അത് എൻ്റെ അനുഭവമാണ്, എന്നിലൂടെ പോയ ഒരുപാട് ആളുകളുടെ അനുഭവമാണ്. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നത് വിഷയമല്ല. കുട്ടിയാണോ, മുതിർന്നവനാണോ, ഓർമ്മയില്ലാത്തവനാണോ, കൂടിയവനാണോ, ഇതൊന്നും ഒരു വിഷയമല്ല. ഒരു ഭാഷ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ തീർത്തും ആശയങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്. ആശയങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയും. സോ ഐ എക്സ്പെക്ട് യു ഹാവ് ഗോട്ട് റിസൾട്ട് ഫ്രം ദിസ് ക്ലാസ് ഓൾസോ. യു ഹാവ് ഗോട്ട് സം wonderful expressions, you have got useful expressions. I hope you will use this expression in your daily life. Okay, thank you very much.